ഞാൻ പാടിയിട്ടുള്ള ഡ്യൂറ്റ് ഒക്കെ പറയുമ്പോൾ അത് നജീമിന്റെ കൂടെയും വിക്രമാദിത്യനിലെ തീർച്ചയായും. മഴനില കുളിരുമായി വേനൽ തൂവൽ വിഷും മൊഴിയിലും മധുരമായി മൗനം കഥ പറയും പൂങ്കാറ്റി വഴി വരാതെ കാറ്റിൻ കുളിരറിയും ഏതോ സുഖമീ നെഞ്ചിൽ നിറയും മഴനില കുളിരുമായി. ഇത് വേറൊരു അതെ. ഇപ്പൊ രണ്ടും രണ്ട് ലെവൽ ഓഫ് ഇതിലാണ് പാടിയിരിക്കുന്നത്. അത് ആ രജിസ്റ്റേഴ്സ് മാറുമ്പോൾ നമ്മൾ അങ്ങനെ ഇപ്പോൾ മഴനില കുളിരുമായി എന്ന് പറയുന്നത് കുറച്ച് ഹൈ രജിസ്റ്ററിലാണല്ലോ. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ്ലി നമ്മുടെ ഹെഡ് വോയിസ് വരുമ്പോൾ അത് വേറെയാവും. അത് പിന്നെ ജാതിക്കാത്തോട്ടം പൈപ്പിൻ ചോട്ടിൽ ഒക്കെ നമ്മുടെ ഓപ്പൺ ആയിട്ട് നമ്മൾ പാടുന്ന കുറച്ചുകൂടി താഴെയാണ്. നമ്മൾ ക്ലാസിക്കലൊക്കെ പാടുന്ന എ ഷാർപ്പിലൊക്കെ പാടില്ലേ, ജാതിക്കാത്തോട്ടം എ ഷാർപ്പാന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ താഴ്ന്ന ശ്രുതിയിൽ പാടുമ്പോൾ അതിങ്ങനെ വേറെ ഒരു ഇതായിട്ട് നിൽക്കും. പക്ഷെ രണ്ടും ലവ് സോങ്. അതെ അതാണ് എനിക്ക് ഭയങ്കര അത്ഭുതമായത്. ദേവന്റെ കൂടെ എങ്ങനെയായിരിക്കും ഒരു കുഞ്ഞു കുട്ടി. കറക്റ്റ്. അതെ, അതിന്റെ കൂടെ സൗമ്യയുടെ ശബ്ദം, ക്യാരക്ടേഴ്സ് ആണെങ്കിൽ രണ്ട് ചെറിയ പിള്ളേര് എല്ലാം കൂടി. പക്ഷെ അത് ഒബ്വിയസ്ലി ഒരു മ്യൂസിക് ഡയറക്ടറിന് എന്തായാലും അറിയാൻ പറ്റുണ്ടാവുമല്ലോ. പിന്നെ അങ്ങനെ പറയുമ്പോ ബിജു പാലേട്ടിനെ പറ്റി പറയേണ്ടി ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓഫ് കോഴ്സ് സാറ് കാരണമാണ് മ്യൂസിക് ഇത്രത്തോളം സീരിയസ് ആയിട്ട് ഞാനൊരു കരിയർ ആയിട്ടൊക്കെ എടുക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ കുറേയും കൂടെ വെച്ചാൽ സ്കൂൾ ടൈം തൊട്ട് തന്നെ എനിക്കറിയാം സാറിനെ. ഇപ്പോൾ സ്കൂളിൽ നമ്മൾ കലോത്സവത്തിനൊക്കെ പോവും. പക്ഷേ ഇപ്പം എന്നെ പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ ടീച്ചേഴ്സ് എല്ലാം ഗുരുക്കന്മാരെല്ലാം അവർ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് എനിക്ക് സെറ്റ് ചെയ്ത് തരില്ല അവർ. ഞാനത് ചോദിച്ചിട്ട് ചെയ്യുമ്പോൾ സാറ് പറയും ക്ലാസിക്കലൊക്കെ അങ്ങനെ ഒരു 15 മിനിറ്റിന് വേണ്ടിയിട്ട് ക്യാപ്സൂൾ രൂപത്തിൽ നമുക്ക് കൃതിയൊക്കെ സെറ്റ് ചെയ്ത് തരുമല്ലോ, അങ്ങനെയല്ല അത് പാടേണ്ടതെന്ന് പറഞ്ഞിട്ട് ഡിസ്കറേജ് ചെയ്യായിരുന്നു. എൻ്റെ കൊച്ചിൻ വിശ്വനാഥൻ സാറിൻ്റെ അടുത്താണ് ഞാൻ പഠിച്ചത്. അപ്പോൾ പക്ഷേ 12ാം ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു പറ്റില്ല, എനിക്ക് പാടിയേ പറ്റൂ, ഞാൻ കാണാണ്ട് സാറ് പറയും കാണാണ്ട് പഠിക്കണം ഇതൊക്കെ. ഞാൻ കാണാണ്ട് പഠിച്ചോളാം, ബൈ ഹാർട്ട് പഠിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയി ഒരു ചാരുകേശിയിൽ ഒരു കീർത്തനം പാടി അലമ്പായിപ്പോയി. വെച്ചാൽ അത് ഒന്നും നമ്മൾ ആ ബേസിക് അത് അറിഞ്ഞ് പാടണ്ടേ, ഇപ്പോൾ പ്രത്യേകിച്ച് ക്ലാസിക്കലൊക്കെ. എന്നിട്ട് ആ ഞാനൊരു ജഡ്ജിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് എന്താ എനിക്ക് ടീച്ചറെ എനിക്ക് അറിയണം എന്താ എൻ്റെ ബുദ്ധിമുട്ട്, പാടിയതിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയണം, കറക്റ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ കൂളായിട്ട് പറഞ്ഞു കാകളി നിഷാദം വന്നതിന് പകരം എല്ലാം പഴയത് കൈശിക നിഷാദാണെന്ന്. അവിടെ തന്നെ പോയില്ലേ, ഇനി ഈ നിഷാദം എന്താണെന്ന് ഞാനത് മനസ്സിലാക്കാണ്ടേ പോയി പാടിയതിൻ്റെ ബുദ്ധിമുട്ട് അതോടുകൂടി മനസ്സിലായി. ചില്ലറ കളിയല്ല നമ്മൾ അങ്ങനെ കുറേയും കൂടെ സീരിയസ് ആയി. പിന്നെ എനിക്ക് തോന്നുന്നു ഞാനൊരു ഡിഗ്രി ടൈമിലാണ് ഞാൻ കുറേ നല്ല സീരിയസ് ആയത്. അതുവരെയൊക്കെ നമ്മൾ ഇരിക്കില്ല ശ്രദ്ധിച്ച് പഠിക്കണം എന്നുള്ള അടിസ്ഥാനം ഉറപ്പിക്കണം എന്നൊരു തീരുമാനമൊന്നുമില്ല. വെറുതെ പോയി എന്തെങ്കിലും ലൈറ്റ് മ്യൂസിക് പാടുക, പ്രൈസ് കിട്ടുമെങ്കിൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല, ഗ്രൂപ്പ് സോങ്ങിന് പാടുക, അങ്ങനെ ഒരു ഇതായിരുന്നു. ഡിഗ്രിയിൽ സെൻറ്റ് ട്രീസസിൽ വന്ന ആ ടൈമിൽ തന്നെ റെക്കോർഡിങ്സ് സാറ് പാടിക്കുമായിരുന്നു. +2 തൊട്ട് തന്നെ കുറേ കോറസ് പാടിപ്പിക്കും സാറും. സാർ കമ്പോസ് ചെയ്യണതിലെല്ലാം ഞാനും ശാന്തി ചേച്ചിയും കൂടി ഞങ്ങൾ കുറേ പാടിയുണ്ട്, ട്രാക്കുകളും പിന്നെ കോറസൊക്കെ. അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു ഒരു റെക്കോർഡിങ്ങിൻ്റെ ഒരു എക്സ്പീരിയൻസ്. പക്ഷെ ലൈവ് ഞാൻ അധികം ചെയ്തിട്ടില്ല. അത് കോളേജിൽ വന്ന് രാജലക്ഷ്മി സംഗീത അവരുടെയൊക്കെ സെയിം ബാച്ച്മേറ്റ് ആയിരുന്നു ഞാൻ. അപ്പോൾ അവിടെ വന്ന് അവരുടെ രാജ്യമൊക്കെ ഓൾറെഡി അന്ന് തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആണ് ലൈവ് പെർഫോമൻസിനൊക്കെ. അപ്പോൾ അവരുടെ ആ ഒരു ഞങ്ങളുടെ ആ റെക്കോർഡിങ് പ്രാക്ടീസ് സെഷനൊക്കെ ഗ്രൂപ്പ് സോങ്ങിൻ്റെ ഈസ്റ്റേൺ ഗ്രൂപ്പ് സോങ്ങിൽ ഞങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ സെബി നായരമ്പലം സാറായിരുന്നു. സാറ് ലൈവായിട്ട് കമ്പോസ് ചെയ്യണമൊക്കെ കണ്ട് പഠിക്കുക, അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. അപ്പോൾ പിന്നെ പ്രാക്ടീസിൻ്റെ ഇടയ്ക്ക് ബ്രേക്കൊക്കെ വരുമ്പോൾ ഞങ്ങൾ സിനിമാ പാട്ടുകളൊക്കെ പാടും.
അപ്പോൾ അങ്ങനെ വല്ലാതെ ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. പിന്നെ സെൻറ്റ് ജോസഫിലെ ആംബിയൻസ് തന്നെ ഫുള്ള് കലയാണല്ലോ. ഞാൻ പക്ഷെ സയൻസ് ബ്ലോക്കിലായിരുന്നു. അവിടെ പഠിപ്പിസ്റ്റുകളുടെ ഇടയിൽ നിന്ന് സമാധാനം കിട്ടണത് ഇങ്ങോട്ട് ഓടി വരുമ്പോൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇവിടെ വന്നത് ക്ലാസ്. ഇപ്പോൾ ഡിഗ്രി തൊട്ടായിരിക്കണം ഞാനൊരു സീരിയസ്ലി ലൈവ് പാടി തുടങ്ങണം എന്നെങ്കിലേ അതുവരെ അത് ഉണ്ടായിരുന്നില്ല. റെക്കോർഡിങ്സിന് പോവായിരുന്നു കുറേ, പക്ഷേ സീരിയസ് ആയത് ഡിഗ്രിക്ക് ശേഷം തന്നെയാണ്. അവിടെ അപ്പൊ തൊട്ടാണ് ബിജി ബാലേട്ടന് വേണ്ടിയിട്ട് പാടാൻ തുടങ്ങി? സാറിന് വേണ്ടിയിട്ട് ഞാൻ ഹൈസ്കൂൾ തൊട്ട് എനിക്ക് പരിചയം. സാറിന് +2 തൊട്ട് തന്നെ പാടുന്നുണ്ട്. +2 തൊട്ട് തന്നെ റെക്കോർഡിങ്സ് ജിങ്കിൾസ് ഒക്കെ ഉണ്ടാവില്ല, ജിങ്കിൾസ് ഒക്കെ കുറേ പാടിയുണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ആ റെക്കോർഡിങ് എക്സ്പീരിയൻസ് നമ്മൾ ലൈവ് പാടുന്നതിനേക്കാളും വേറൊരു അനുഭവമാണല്ലോ. മൈക്ക് പ്ലേസ്മെൻറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടോൺ കൺസിസ്റ്റൻസി ഇതൊക്കെ ശരിക്കും അറിയണത് റെക്കോർഡിങ്ങിൽ വരുമ്പോഴാണല്ലോ. ഒരു ടീച്ചർ നമുക്ക് വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പേഷ്യൻസും കാണിക്കണമല്ലോ. അതും കൂടി കൊണ്ടാണ് എന്തെങ്കിലും ആണ്. ഇപ്പം എൻ്റെ ബാക്കി എന്നെ സംഗീതം പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സും കൊച്ചിൻ വിശ്വനാഥ് സാറിൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്, ഡോക്ടർ ഭുവനേശ്വരി, പിന്നെ ഉസ്താദ് ഫയാസ് ഖാൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്, ഇപ്പോൾ NP രാമസ്വാമി സാറിൻ്റെ അടുത്ത് പഠിക്കുന്നു കർണാട്ടിക്. അപ്പോൾ ഇവരുടെ എല്ലാം ഒപ്പം തന്നെയാണ് വിജയ് സാറിൻ്റെ പേരും ഞാൻ വെക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വാല്യൂ ആഡിങ് കാര്യം ചെയ്യണം എന്ന് എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ അത് ഏറ്റവും അധികം എനിക്ക് എന്താ പറയുക, യെസ് ഐ ഡിഡ് സംതിങ് എന്ന് നമുക്ക് തോന്നില്ലേ, അത് തോന്നിയതാണ് മൈ മീനാക്ഷി എന്ന് പറഞ്ഞ ആ ഒരു പ്രോജക്റ്റ്.